പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇല്ലത്തെ ഇല അടയാണ്. ഇത് പണ്ട് കാലങ്ങളിൽ ഇല്ലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന മനകളിൽ എല്ലാം ചെയ്യുന്നതാണ് ഇത്. അത് പക്ഷെ ഇപ്പം ഒന്നും അങ്ങനെ ആർക്കും അറിയില്ല. പണ്ടത്തെ തലമുറകൾക്കൊക്കെ അറിയുള്ളൂ, ഇപ്പോൾ ആർക്കും അറിയില്ല. അപ്പം ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ നമുക്കിന്ന് ഇല്ലത്തെ ഇലയട നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം, ശർക്കര, അതേപോലെ റവ, വറുത്തതാണെങ്കിൽ ശരി വറുക്കാത്തതാണെങ്കിൽ ശരി നമുക്ക് ഉപയോഗിക്കാം, ഏലക്കായ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, കുറച്ച് നെയ്യ്, തേങ്ങ, അരിപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇല. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ്. ഇതേ നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് ചക്ക ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഇലയട ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കണം. അതും തേങ്ങയും ചിരവിയതിന് ശേഷം നമുക്ക് കാണാം. 6 ശർക്കര ഇട്ട് കൊടുക്കും. അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 നേന്ത്രപ്പഴം മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി. ഇപ്പം നമ്മുടെ പഴം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പൊ നല്ലപോലെ പഴം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ശർക്കരപ്പാനി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി, അത് ചേർത്ത് കൊടുക്കും. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 മൂടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യാം. തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് റവ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് വറുത്ത അരിപ്പൊടി തന്നെ ചേർക്കണം കേട്ടോ. അതൊരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട്
അപ്പോൾ എല്ലാം നല്ല പോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഇല്ലത്തെ അടയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇലയിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയിലൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇല ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്, അത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് പരത്തി എടുക്കാം. നമ്മൾ പരത്തുന്നില്ല, അങ്ങനെ കട്ടിയിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് കട്ടിയില്ല കേട്ടോ, ഒരു ചെറിയ കട്ടി, ഒരുപാട് കട്ടി വേണ്ട. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി ഇങ്ങനെ 4ആക്കി മടക്കി ഇതാ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാം. നമുക്ക് ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഒരേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ആവിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്, ആവിയിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയുടെ ബന്ധം എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇലയുടെ വെന്തിട്ടുണ്ട്. അതിന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് അതുപോലെ നല്ലപോലെ ഇതാവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ രണ്ടാമത് വെച്ചതും ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാ നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളെ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇലയുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് നോക്കൽ ചടങ്ങ്. അപ്പോൾ അതിന് നമുക്ക് ഫൈസലിനെ വിളിക്കാം. അപ്പോൾ ഫൈസൽ വന്ന് നോക്കൂ. അപ്പോൾ ഇതും ഞാൻ ടേസ്റ്റ് ചെയ്യണം അല്ലേ? അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ട് നോക്കിയിട്ട്. ഇത് ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ്. ശരി, ഇല്ലത്തെ ഇല. ഇതിന് മുന്നൊരു ഇല്ലത്തെ ഉണ്ണിയപ്പം ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇല്ലത്തെ ശരി. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റി ഫുഡാണ്, ഹെൽത്തി ഫുഡുമാണ്. ശരി, എന്തായാലും കഴിച്ചിട്ട് പറയാം. കഴിച്ചു നോക്കിയിട്ട് പറയൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് അല്ലേ? ഒന്നും പറയാ, സൂപ്പർ ഫുഡ് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ് പറയാം. ആ നേന്ത്രപ്പഴത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാം ഇതിൽ പ്രോട്ടീൻ ആണ്. ഇതിലൊന്നും കളയാനില്ല. നേന്ത്രപ്പഴം കാരണം ഇതില് ചേർത്തിയ സാധനങ്ങളൊന്നും മോശമില്ല, എല്ലാം നല്ല സാധനം. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ആ പഴുപ്പിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് പഴുക്കാൻ പാടില്ല, നല്ല പഴുപ്പ് പാടില്ല, ഒരു ഇടത്തരം അങ്ങനെയായിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നന്നായിരിക്കും. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക.
എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഒരുപാട് പഴുത്ത ഈ ഒരു ഇത് കിട്ടില്ല അല്ലേ? കിട്ടില്ല. അതെ, ഒരുപാട് പഴുത്തതിനും അങ്ങനെ കുഴഞ്ഞു വരും. ഒരുപാട് കുറയാനും പാടില്ല. അങ്ങനെ ഒരു ഇടത്തരത്തില് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഹെൽത്തി ഫുഡാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നാളേക്ക് കേടുവരില്ല. ഫ്രിഡ്ജിൽ വെക്കണം. അതെ, ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം. ഒരൊറ്റ പ്രശ്നം ഉണ്ടാവില്ല. വയറ്റിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഫുഡാണ്. നന്നായിട്ടില്ലേ? ഇതേപോലത്തെ ഈ ഇല്ലത്തെ ഇലട നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഫുഡാണ്, ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.